സമ്പദ് വ്യവസ്ഥയെ തകർത്തിരിക്കുമെന്ന ഭീഷണിയുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എപ്പോഴും അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യയോട് ഇത്രത്തോളം വിദ്വേഷം തോന്നാൻ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്നല്ലേ? മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന ട്രംപിന്റെ അമേരിക്ക ഇപ്പോൾ എന്തിന് ഇന്ത്യയെ വെറുക്കണം? ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. US സെനറ്ററുടെ മുന്നറിയിപ്പിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം. 2025 ജൂലൈ 22-ന് US സെനറ്റർ ലിൻഡൻസെ ഗ്രഹാം ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളോട് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടർന്നാൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. യുഎസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വാർത്തകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ പ്രസ്താവന ഇന്ത്യ US ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിമർശനാത്മക വിശകലനത്തിന് വിധേയമാകേണ്ടതുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ അർത്ഥം, അതിന്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ, മോദി ട്രംപ് ബന്ധത്തിന്റെ പരിമിതികൾ, ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്? ആ വെല്ലുവിളിയുടെയും പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെനറ്റർ ഗ്രഹാമിന്റെ പ്രസ്താവന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള US ആശങ്കകളാണ്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും അതുപോലെ സാമ്പത്തിക സ്ഥിരതയ്ക്കും നിർണായകവുമാണ്. എന്നാൽ US ഇതിനെ റഷ്യയ്ക്ക് പരോക്ഷമായ പിന്തുണയായിട്ടാണ് കാണുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് USന്റെ ഇപ്പോഴത്തെ തന്ത്രം. ഈ മുന്നറിയിപ്പ് പോലും USന്റെ മാക്സിമം പ്രഷർ എന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ്. ഇത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള USന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ ഇത്തരമൊരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകുന്നു എന്നതാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 2014-ലെ ഹൗഡി മോദി പരിപാടി മുതൽ 2025-ലെ ട്രംപിന്റെ രണ്ടാം ഭരണ കാലഘട്ടം വരെ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വലിയ സൗഹൃദമെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ഫസ്റ്റ് എന്ന മോദിയുടെ നയവും അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയവും പരസ്പരം പൂർത്തീകരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. 2025 ഫെബ്രുവരിയിൽ ട്രംപും മോദിയും US ഇന്ത്യ കോമ്പാക്ട് പ്രഖ്യാപിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഈ സൗഹൃദത്തിന്റെ പരിധികൾ വ്യക്തവുമാണ്. ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഉയർന്ന താരിഫുകൾക്കെതിരെ അദ്ദേഹം ആവർത്തിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 2025-ൽ ഇന്ത്യയുടെ 30 മുതൽ 70% വരെ താരിഫുകൾ കുറയ്ക്കാൻ മോദി സമ്മതിച്ചുവെങ്കിലും USന്റെ വ്യാപാര കമ്മി, അതായത് 2024-ൽ ഏകദേശം $100 ബില്യൺ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഗ്രഹാമിന്റെ മുന്നറിയിപ്പ് ട്രംപിന്റെ സൗഹൃദത്തിന്റെ പരിമിതികളെ വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് മേൽ മുൻഗണന നൽകുന്നതാണ്. ഇത് ഇന്ത്യ US ബന്ധത്തിന്റെ അസന്തുലിതാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നറിയിപ്പിന്റെ അർത്ഥവും ഉദ്ദേശങ്ങളുമാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുന്നു? അതിന്റെ അർത്ഥവും ഉദ്ദേശവും എന്താണ്? ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദമാണ് ആദ്യം തന്നെ അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. ഗ്രഹാമിന്റെ പ്രസ്താവന USന്റെ ജിയോ പൊളിറ്റിക്കൽ തന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ US റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാട് ഈ ശ്രമത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും, അതായത് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം മുതൽ ഇന്ത്യയും റഷ്യയും തുടരുന്ന സൗഹൃദം എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് US കണക്കാക്കുന്നു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയെ സാമ്പത്തികമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നശിപ്പിക്കാനുള്ള ശ്രമം USന്റെയും അതുപോലെ തന്നെ പാശ്ചാത്യ ശക്തികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയെ സഹായിക്കാനായി അവിടെ നിന്നും എണ്ണ വാങ്ങാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തിക ലാഭമാണെങ്കിലും റഷ്യയെ സംബന്ധിച്ച് ഇതൊരു പിന്തുണയുമാണ്. വ്യാപാര യുദ്ധത്തിന്റെ ഭാഗം കൂടിയാണ് USന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. ട്രംപ് രണ്ടാമത് അധികാരത്തിലേറിയതിനു ശേഷം, അതായത് ജനുവരി മുതൽ US ആഗോള വ്യാപാര യുദ്ധത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 10 മുതൽ 20% താരിഫുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയം ഈ വ്യാപാര യുദ്ധത്തിൽ ഒരു പുതിയ മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. ഗ്രഹാമിന്റെ മുന്നറിയിപ്പ് ഇന്ത്യയെ വ്യാപാര കരാറുകളിലേക്ക് നിർബന്ധിക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ വാളെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി അതിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ ഭാഗമാണ്. അതായത് എവിടെ നിന്ന് എന്തു സ്വീകരിക്കണമെന്നോ
നിന്നും എവിടേക്ക് എന്ത് കയറ്റുമതി ചെയ്യണമെന്നതൊക്കെ രാജ്യത്തിന്റെ മാത്രം താല്പര്യമാണ്. മാത്രവുമല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ സ്വയം ഭരണാവകാശമുള്ള രാജ്യമാണ്, അല്ലാതെ അമേരിക്കയുടെ വാലാട്ടിപ്പട്ടിയല്ല. 2022 അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടം മുതൽ US ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതൊന്നും കൂസാതെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. ഗ്രഹാമിന്റെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഒരു രാജ്യത്തിന്റെ സ്വയം ഭരണാവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മോദി ട്രംപ് സൗഹൃദം ഒരു വ്യക്തിപരമായ ബന്ധത്തിനപ്പുറം രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇരുവരും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് വെറും പൊള്ളയാണ്. ട്രംപ് ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി കാണുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഥമ താല്പര്യം USന്റെ സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങൾ തന്നെയാണ്. അത് ഏതൊരു ഭരണാധികാരിക്കും അങ്ങനെയൊക്കെ തന്നെയാകുമല്ലോ അല്ലേ. 2025 US ഇന്ത്യ കോമ്പാക്ട് വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും ഇത് USന്റെ മുൻഗണനകൾക്ക് അനുസൃതമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ S-400 മിസൈൽ വാങ്ങലിനെതിരെ US ഇതുവരെ ഒഴിവാക്കിയില്ലെങ്കിലും ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഇതൊരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ട്രംപിന്റെ സൗഹൃദ പ്രസ്താവനകൾ പലപ്പോഴും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗവുമാണ്. ഹൌഡി മോദി പോലെയുള്ള പരിപാടികൾ USലെ ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഈ സൗഹൃദം ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഉദാഹരണത്തിന് ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന് US മുൻകാലങ്ങളിൽ ഒഴിവ് നൽകിയിരുന്നുവെങ്കിലും 2025 ട്രംപിന്റെ മാക്സിമം പ്രഷർ നയം ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാവകാശത്തിന് മേൽ കൈകടത്താൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? ഇന്ത്യ ഗ്രഹാമിന്റെ മുന്നറിയിപ്പിനെ ഗൗരവമായി കാണാമെങ്കിലും അതിന്റെ തന്ത്രപരമായ സ്വയം ഭരണം ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. കാരണം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാഷ്ട്രമാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും വില നിലവാരത്തിനും നിർണായകവുമാണ്. 2022 ഇന്ത്യ US മർദ്ദത്തെ ചെറുത്ത് റഷ്യൻ എണ്ണ വാങ്ങൽ തുടർന്നത് അതിന്റെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന നയമായിരുന്നു ഇത്. ഈ സന്ദർഭത്തിൽ ഇന്ത്യക്ക് ബ്രിക്സ് പോലുള്ള ബഹുരാഷ്ട്ര ഫോറങ്ങളിലൂടെ ചൈന, ബ്രസീൽ എന്നിവരുമായി സഹകരിച്ച് US സമ്മർദ്ദത്തെ നേരിടാൻ കഴിയും. കൂടാതെ ഇന്ത്യയുടെ വ്യാപാര നയം മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ ആഭ്യന്തര വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതുമാണ്. USന്റെ താരിഫ് ഭീഷണികൾ ഇന്ത്യയെ കൂടുതൽ വ്യാപാര ഉദാരവൽക്കരണത്തിലേക്ക് നിർബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയുടെ കാർഷിക വ്യവസായിക മേഖലകളെ പ്രതികൂലമായി ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ പ്രതികരണം USുമായുള്ള വ്യാപാര കരാറുകളിൽ സന്തുലിതമായ സമീപനം സ്വീകരിക്കേണ്ടത് തന്നെയാണ്. സെനറ്റർ ഗ്രഹാമിന്റെ ഈ ഭീഷണി, അതായത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാമെന്ന മുന്നറിയിപ്പ് US ഇന്ത്യ ബന്ധത്തിന്റെ സങ്കീർണതകളെ വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. മോദി ട്രംപ് സൗഹൃദം ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമാണെങ്കിലും അത് USന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ പിന്നിൽ കീഴടങ്ങേണ്ട ഒന്നല്ല. ഇന്ത്യ തന്റെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി, വ്യാപാര നയങ്ങൾ, ബഹുരാഷ്ട്ര സഹകരണം എന്നിവയിലൂടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ മുന്നറിയിപ്പ് ഇന്ത്യ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. സ്വന്തം സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാതെ USന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കാനോ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിടാനോ രാജ്യം തയ്യാറാവാതിരിക്കട്ടെ. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും വ്യക്തിപരമായ രസതന്ത്രത്തിന്റെ ഒരു പ്രദർശനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൌഡി മോഡി പോലുള്ള പരിപാടികളിൽ മോദി ട്രംപിന്റെ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന പ്രസ്താവന വിവാദമായിട്ടുണ്ട്. കാരണം ഇതൊരു വിദേശ രാഷ്ട്രീയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടുന്നതിന്റെ സൂചനയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ട്രംപിന്റെ ഭരണകൂടം തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ മോദിയുടെ ഇത്തരമൊരു പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതിനും കാരണമായിട്ടുണ്ട്. 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് തന്റെ മധ്യസ്ഥതയിലാണ് യുദ്ധവിരാമത്തിന് കാരണമെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചത് മോദിയുടെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലിനെ എതിർക്കുന്ന കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ മോദിയുടെ സൗഹൃദവും ആലിംഗന നയതന്ത്രവും ദേശീയാഭിമാനത്തെ തകർത്തു എന്നാണ് വിമർശിച്ചത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ദൃഢമായ നിലപാട് സ്വീകരിച്ചതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മോദി ട്രംപിന്റെ ഇടപെടലിനെ അനുവദിച്ചത് ദൗർബല്യമായിട്ടാണ് വിമർശകർ ചിത്രീകരിച്ചത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും അതുപോലെ മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ദർശനവും തമ്മിൽ ഒരു മത്സരാത്മക ബന്ധമുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രംപ് ഇന്ത്യയെ തീരുവ നിർമ്മാതാവ്, അതായത് ടാരിഫ് മേക്കർ എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരസ്പര തീരുവ, അതായത് റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തണമെന്ന് ഭീഷണിപ്പെടുത്തുകയും
ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ വലിയ തരത്തിലുള്ള പിരിമുറുക്കമാണ് സൃഷ്ടിച്ചത്. കൂടാതെ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് H-1B വിസ നിരസന നിരക്ക് 60% നിന്ന് 24% ഉയർന്നത് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് തിരിച്ചടിയായി. ഇത് ഇന്ത്യൻ സാങ്കേതിക വ്യവസായത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. മോദിയും ട്രംപും വലതുപക്ഷ ദേശീയത എന്ന ആശയത്തിൽ സമാനതകൾ പങ്കിടുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട്. മോദിയുടെ വികസിത് ഭാരത് ദർശനവും ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മുദ്രാവാക്യവും തമ്മിൽ സാമ്യമുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ സാമ്യം ഇരു രാജ്യങ്ങളിലും ജനാധിപത്യ മൂല്യങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്ന ആരോപണത്തിനും കാരണമായിട്ടുണ്ട്. മോദിയുടെ ഹിന്ദു ദേശീയവാദവും അതുപോലെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് ദർശനവും ന്യൂനപക്ഷങ്ങളെയും കുടിയേറ്റക്കാരെയും വില കുറഞ്ഞവരായി ചിത്രീകരിക്കുന്നു എന്ന വിമർശനവും ഉയർത്തിക്കഴിഞ്ഞു. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം പ്രതലത്തിൽ ഊഷ്മളമാണെങ്കിലും അത് വ്യക്തിപരമായ പ്രദർശനത്തിന്റെ ഭാഗമാണെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകണമെന്നും വിമർശകർ ആവശ്യപ്പെടുന്നു. ട്രംപിന്റെ വ്യാപാര നയങ്ങളും അനിശ്ചിതമായ വിദേശ നയവും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഇടപെടലുകളും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നുവെന്നാണ് വിമർശനം. ഈ സൗഹൃദം തന്ത്രപരമായ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന്റെ പരിമിതികളും വെല്ലുവിളികളും ഇന്ത്യ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കുണ്ടായത്. പക്ഷേ ഇന്ത്യ അങ്ങനെയൊന്നും തകർക്കാമെന്ന് അമേരിക്ക കരുതുകയേ വേണ്ട. അതായത് അമേരിക്ക അല്ല ഇന്ത്യ എന്ന് ഓർമ്മിപ്പിക്കട്ടെ.